ആരോഗ്യം ആനന്ദം ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടം കോട്ട്പ ആക്ട് നടപ്പാക്കൽ, പുകയില രഹിത വിദ്യാലയ ക്യാമ്പയിൻ, മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിലയിരുത്തലിനായി ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് സ്പാർക്ക് ഹാളിൽ വെച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ആരോഗ്യം ആനന്ദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടം പുകയില നിരോധന നിയമമായ കോട്ട്പ ആക്ട് നടപ്പാക്കൽ, പുകയില രഹിത വിദ്യാലയ ക്യാമ്പയിൻ, മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്താൻ ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ നേതൃത്വത്തിലാണ് വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം സംഘടിപ്പിച്ചത്. ആരോഗ്യം ആനന്ദം ക്യാമ്പയിന്റെ ഒന്നാം ഘട്ടത്തിൽ ജില്ലയിൽ ഏകദേശം 90,000 സ്ത്രീകളെയാണ് ക്യാൻസർ സ്ക്രീനിംഗിന് വിധേയരാക്കിയതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ പുകയില ഉപയോഗമുള്ള പുരുഷന്മാരിൽ കണ്ടുവരുന്ന വദനാർബുദം, വൻകുടൽ ക്യാൻസർ എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം, സ്ക്രീനിംഗ് എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിദ്യാലയ ജാഗ്രതാ സമിതി രൂപീകരിച്ച് രക്ഷാകർതൃ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ആരോഗ്യ പ്രവർത്തകർ വഴി ബോധവൽക്കരണ ക്ലാസ് നൽകും. കോട്ട്പ ആക്ടിന്റെ ഫലപ്രദമായ നടപ്പാക്കലിനായി പരിശോധനകൾ കർശനമാക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മഴക്കാലത്തോടനുബന്ധിച്ചുള്ള പകർച്ചവ്യാധികൾ തടയുന്നതിനായി ക്ലോറിനേഷൻ, സൂപ്പർ ക്ലോറിനേഷൻ എന്നിവ ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്നതിന് ജില്ലാ കളക്ടർ NSK ഉമേഷ് ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ, എയ്ഡഡ്, സ്വകാര്യ, CBSE, ICSE സ്കൂളുകൾ കേന്ദ്രീകരിച്ചും റെസിഡൻസ് അസോസിയേഷൻ മുഖേനയും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു. പുകയില രഹിത വിദ്യാലയം, വൻകുടൽ അർബുദം, വായിലെ ക്യാൻസർ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പോസ്റ്ററുകൾ ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു. യോഗത്തിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.